ഒരു അറിയിപ്പ് ഈ സംഘടന സെനറ്റ് ഹാളിന് പുറത്ത് SFI പ്രവർത്തകർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പോലീസ് ഇടപെടുന്നു. SFI സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരെ പോലീസ് പിടിച്ചു മാറ്റുന്നു. പോലീസ് വാനിലേക്ക് മാറ്റുകയാണ്. വിനീഷുണ്ട്. വിനീഷ് തത്സമയം ചേരുന്നു. വിനീഷ്, വിശദാംശങ്ങൾ. വിനീഷ്, കേൾക്കാമോ? വിനീഷ്, ഒരു സംഘർഷഭരിതമായ സാഹചര്യം തന്നെയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ അനുവദിക്കില്ല എന്ന നിലപാടുമായാണ് SFI പ്രവർത്തകർ നിലനിൽക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടുമായാണ് SFI പ്രവർത്തകർ നിലനിൽക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ്. വാഹനത്തിലേക്ക് പോലീസ് ബലപ്രയോഗത്തിലൂടെ SFI പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ തോതിലുള്ള ഒരു സംഘർഷ സാധ്യത ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ചെറിയ തോതിലുള്ള സംഘർഷ സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് പോലും കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസിന് നേരെ കയർത്തുകൊണ്ട് അസഭ്യം പറയുന്ന SFI പ്രവർത്തകരെയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ യൂണിവേഴ്സിറ്റി സെന്ററിന്റെ ഗേറ്റ് SFI പ്രവർത്തകർ പൂട്ടുന്ന ഒരു തരത്തിലേക്ക് പോലീസ് ഇപ്പോൾ SFI പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഗേറ്റും പൂട്ടിയിരിക്കുകയാണ്. സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഗവർണർ എത്തുന്നതിന് മുമ്പായി ഗേറ്റ് പൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനാണ് SFI പ്രവർത്തകർ മുതിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പോലീസ് ബലപ്രയോഗത്തിലൂടെ അവരെ നീക്കുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്കറിയാം, ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. സംഘർഷഭരിതമായ ഒരു സാഹചര്യം. നിലവിൽ സംഘാടകർ അകത്ത് ഈ സെനറ്റ് ഹാളിനുള്ളിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടുള്ള പരിപാടി അതെന്തായിരുന്നാലും നടത്തുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് സംഘാടകർ നിലനിൽക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം വച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ പരിപാടി നടത്തും. ഭാരതാംബയുടെ ചിത്രത്തെ നിന്ദിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സംഘാടകർ ഓരോരുത്തരും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ഭാഗത്ത് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നിൽക്കുന്നു. മറ്റു ഭാഗത്ത് മുൻ ഗേറ്റിന് മുന്നിലായി യൂണിവേഴ്സിറ്റി സെന്ററിന് മുന്നിലായി SFI പ്രവർത്തകർ ഗേറ്റ് പൂട്ടിക്കൊണ്ട് ഗവർണറെ തടയാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. എന്തായിരുന്നാലും പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും സംഘർഷഭരിതമായ ഒരു സാഹചര്യം തന്നെയാണ് യൂണിവേഴ്സിറ്റി സെന്ററിന് മുന്നിൽ, കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ഉള്ളത് എന്നതാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും വലിയ പ്രതിഷേധം ഇപ്പോൾ SFIയുടെ ഭാഗത്തുണ്ടാകുന്നു. അതേസമയം തന്നെ ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 50ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള വിഷയത്തിലുള്ള പരിപാടി അത് എന്തായിരുന്നാലും തങ്ങൾ സംഘടിപ്പിക്കുമെന്ന ഉറച്ച നിലപാടിൽ ഇപ്പോൾ സംഘാടകർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് പോലും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായിരുന്നാലും പുറത്ത് ബഹളം വെച്ച് SFI പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് സെനറ്റ് ഹാളിലേക്ക് തള്ളിക്കയറുന്നുണ്ടോ? നിലവിൽ സെനറ്റ് ഹാളിലേക്ക് തള്ളിക്കയറാൻ SFI പ്രവർത്തകർ ഇതുവരെയും മുതിർന്നിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ SFI പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്ക് നമുക്കറിയാം മുൻഭാഗത്ത് വലിയ പ്രതിഷേധം സൃഷ്ടിക്കുന്നു. അതിനുശേഷം 2 സ്ഥലത്തായാണ് SFI പ്രവർത്തകർ ഇപ്പോൾ തമ്പടിച്ചിട്ടുള്ളത്. ഒന്ന് യൂണിവേഴ്സിറ്റി ഗേറ്റിന് മുന്നിലും, അതിനുശേഷം നമുക്കറിയാം യൂണിവേഴ്സിറ്റി ഉള്ളിലേക്ക് കയറുന്ന സെനറ്റ് ഹാളിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഭാഗത്തുമായാണ് SFI പ്രവർത്തകർ ഇപ്പോൾ തമ്പടിച്ചിട്ടുള്ളത്. 2 സ്ഥലത്ത് നിന്നും SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്തായിരുന്നാലും നിലവിൽ വിനീഷിന്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം, ഗവർണർ സർവകലാശാല സെനറ്റ് ഹാളിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഗവർണർ സെനറ്റ് ഹാളിൽ എത്തും. പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചില ചാനലുകളിൽ നേരത്തെ ബ്രേക്കിംഗ് ന്യൂസ് കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഗവർണർ സർവകലാശാല സെനറ്റ് ഹാളിലേക്ക് പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് യാത്ര തിരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതിനു മുമ്പ് വഴി സുഗമമാക്കണം. എന്തായാലും പോലീസും SFI പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവിടെ നടക്കുകയാണ്. SFI പ്രവർത്തകരെ മാറ്റണം. യെസ് വിനീഷ്, തുടരാം.
തീർച്ചയായിട്ടും നമുക്ക് ആ സ്ഥലത്തേക്ക് ഞാൻ വരാം. എനിക്ക് പുറകിലായി കാണുന്ന ഈ ഭാഗത്തായി SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. നമ്മുടെ ക്യാമറാമാൻ അത് ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. നേരെ ആ ഒരു മറുഭാഗത്തിലേക്ക് വരുമ്പോൾ അത് മെയിൻ ഗേറ്റിന്റെ ഭാഗമാണ്. ആ മെയിൻ ഗേറ്റിലേക്കാണ് SFI പ്രവർത്തകർ ഇപ്പോൾ തമ്പടിച്ചുകൊണ്ട് ഗവർണറെ ഉള്ളിലേക്ക് കടത്തില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമുയർത്തുന്നത്. ഇവരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്ഭവനിൽ നിന്ന് ഗവർണർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ്. രാജ്ഭവനിൽ നിന്ന് ഗവർണർ തിരിച്ചിരിക്കുകയാണ്. യാതൊരു കാരണവശാലും പരിപാടിയിൽ നിന്ന് പിന്നോക്കം പോകില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി ഗേറ്റിന് മുൻവശത്താണ്. യൂണിവേഴ്സിറ്റി ഗേറ്റിന് മുൻവശത്ത് ശക്തമായ പ്രതിഷേധം. ആദ്യഘട്ടത്തിൽ SFI പ്രവർത്തകർ, നമുക്ക് ദൃശ്യങ്ങളിൽ പല വിൻഡോകളിൽ നമ്മുടെ ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ഗേറ്റ് കൂട്ടിക്കൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ SFI പ്രവർത്തകർ പ്രതിഷേധം കാണിച്ചതെങ്കിൽ, പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഗവർണർ രാജ്ഭവനിൽ നിന്ന് തിരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്പ്യാർ പറയാനുള്ളത്, SFI പ്രവർത്തകരെ ഇപ്പോഴും പോലീസ് അവിടെ നിന്ന് നീക്കിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു ആദ്യഘട്ടം മുതൽ SFI പ്രവർത്തകർ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്ക് പല ഘട്ടങ്ങളിലായി DYFI നേതാക്കൾ അടക്കമുള്ളവർ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ എന്തുകൊണ്ട് ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നത് നിങ്ങൾ എതിർക്കുന്നു എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ SFI പ്രവർത്തകർ തയ്യാറാകാത്ത ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഇപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ യൂണിവേഴ്സിറ്റി സർവകലാശാലയ്ക്ക് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ SFI പ്രവർത്തകർ പ്രതിഷേധവുമായി മറുഭാഗത്ത് നിന്ന് ഇവിടേക്ക് എത്തുന്ന കാഴ്ച. പോലീസ് ഇവരെ നിലവിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. SFI പ്രവർത്തകരെ മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കുന്ന SFI പ്രവർത്തകരെ പൂർണ്ണമായും മാറ്റാതെ ഗവർണർക്ക് അകത്ത് കയറാനാവില്ലല്ലോ, സെനറ്റ് ഹാളിനകത്തേക്ക് കയറാൻ ആവില്ലല്ലോ. എന്തായാലും പ്രതിഷേധവുമായി SFI പ്രവർത്തകരുണ്ട്. അവരെ ചിലരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിലവിലുള്ള പോലീസ് സന്നാഹം പര്യാപ്തമാണോ എന്ന് സംശയമുണ്ട്. പൂർണ്ണമായും SFI പ്രവർത്തകരെ മാറ്റാതെ ഗവർണർക്ക് എങ്ങനെ സുഗമമായി അകത്തേക്ക് കടക്കാനാവും? നിമിഷങ്ങൾക്കകം ഗവർണർ ആറിലേക്ക് അദ്ദേഹം സർവകലാശാല മുഖ്യ കവാടത്തിന് സമീപം എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് വിനീഷ് തുടരാം. ദൃശ്യം പൈലറ്റ് വാഹനം നമുക്ക് ഇപ്പോൾ രണ്ട് ഗേറ്റ് യൂണിവേഴ്സിറ്റി ഫ്രണ്ടിനുള്ള രണ്ട് ഗേറ്റും സുഗമമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗവർണർ അല്പസമയത്തിലേക്ക് ഇവിടേക്ക് എത്തും. ബാക്കി റോഡിന്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് ഇപ്പോൾ ഒരുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ട് ഗേറ്റിന്റെ സമീപത്ത് നിന്നും SFI പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് നീക്കിയിട്ടുണ്ട്. ഗവർണറുടെ രാജ്ഭവനിൽ നിന്നുള്ള വാഹനങ്ങൾ ഇവിടേക്ക് എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആദ്യഘട്ടം മുതൽ പല മാധ്യമങ്ങളിലേക്ക് സർവകലാശാലയ മുഖ്യ കവാടം പിന്നിട്ട് ഇതാ സെനറ്റ് ഹാളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പരിപാടിയിൽ പങ്കെടുക്കും, പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കും എന്ന ഉറച്ച തീരുമാനവുമായി ഗവർണർ സർവകലാശാല സെനറ്റ് ഹാളിൽ എത്തിയിരിക്കുന്നു. SFI പ്രവർത്തകർ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിച്ചിരുന്നു. എന്തായാലും പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം അവരെ മാറ്റി കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിന്റെ അകമ്പടിയോടെ ഗവർണർ ഇപ്പോൾ സർവകലാശാല വളപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും? SFI പ്രവർത്തകർ ചാടി വീഴുമോ? SFI പ്രവർത്തകരെ പൂർണ്ണമായും മാറ്റിയോ? ശാലയ്ക്ക് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്പ്യാർ. നിലവിൽ ഗവർണർ ഇറങ്ങിയിരിക്കുകയാണ്. ഗവർണർ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് പോലും കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം സുഗമമായി തന്നെ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ പോലും അദ്ദേഹം മറുപടി നൽകുന്നില്ല. പക്ഷേ അദ്ദേഹം സുഗമമായി തന്നെ ഇപ്പോൾ സെനറ്റ് ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ
ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ സെനറ്റ് ഹാളിൽ എത്തിയിരിക്കുന്നു. പുറത്ത് SFI പ്രവർത്തകർ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു. SFI പ്രവർത്തകരെ പോലീസ് അവിടെ നിന്നും നീക്കി. ഗവർണർ സർവകലാശാല വളപ്പിൽ പ്രവേശിച്ച സമയത്ത് SFI പ്രവർത്തകർ തടയുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അവസാനത്താക്കി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹം സെനറ്റ് ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സെനറ്റ് ഹാളിനകത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷക കാണുന്നത്. പരിപാടി ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇതാ സെനറ്റ് ഹാളിൽ എത്തിയിരിക്കുന്നു. സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ഛായാചിത്രം വെച്ചതാണ് സർവകലാശാല രജിസ്ട്രാറെ പ്രകോപിപ്പിച്ചത്. നേരത്തെ സർവകലാശാല രജിസ്ട്രാർ കാര്യപരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ദയവായി എല്ലാവരും ഒരു കാരണവശാലും പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതാണ്. രജിസ്ട്രാറെ ഇപ്പോൾ കാണാനില്ല, ദൃശ്യങ്ങളിൽ രജിസ്ട്രാർ ഇല്ല. പോലീസും രജിസ്ട്രാറും ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ദയവായി പരിപാടി നടത്താനാവില്ല എന്നറിയിച്ചു. പക്ഷേ ഇപ്പോൾ അവരാരെയും കാണുന്നില്ല. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നു. സെനറ്റ് ഹാളിൽ നിന്നും തത്സമയ ദൃശ്യങ്ങൾ.